ഹായ് എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഇന്ന് തിരുവോണം കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എനിക്ക് നൈറ്റായിരുന്നു, അതുകൊണ്ടാണ് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാഞ്ഞത്. ഇതിലെന്തെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ തിരുവോണമായിട്ട് നൈറ്റ് കഴിഞ്ഞ് വന്ന് നമ്മൾ ഉണ്ടാക്കിയ ഫുഡാണ്. ആദ്യം ഉപ്പ് വിളമ്പി, പിന്നെ നെയ്യ് വിളമ്പി, ബീട്രൂട്ട് പിച്ചടി, കയ്പ്പയ്ക്ക വറുത്തത്, പിന്നെ കൊണ്ടാട്ടമുളക്, അതായത് 2 കൊണ്ടാട്ടം അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് പരിപ്പാണ്. അത് ഇച്ചിരി ഫ്ലോപ്പായിരുന്നു. ചെറുപയർ വറുത്തിട്ട് തിരങ്ങിയിട്ടാണ് ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കിയത്. കാരണം എനിക്ക് പുറത്ത് പോയിട്ട് അധികം വാങ്ങാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. നൈറ്റ് ഡ്യൂട്ടി ആയത് കാരണം നമ്മുടെ ഡ്രൈവർ ഉള്ളൊരു ചേട്ടനുണ്ട്. ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടനാണ് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് തന്നത്. അപ്പം നമ്മൾ പോയി വാങ്ങുന്നതും ഒരാളോട് പറഞ്ഞ് വാങ്ങുന്നതും വ്യത്യാസമുണ്ടല്ലോ. പിന്നെ നമ്മൾ അവിയൽ വിളമ്പി. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം 2 കറികൾ ഒരുപോലെ ഉണ്ട്. അതായത് എലിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കടലയും എന്താ പറയുക, വറുത്തെലിശ്ശേരി എന്ന് പറയില്ലേ, ഇത് മധുരക്കറി പോലെ ഉണ്ടാവുന്ന ഒരു കറിയുണ്ട്, അതും ഉണ്ടായിരുന്നു. അത് കാരണം ഏതാ വിളമ്പിയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയണില്ല. പിന്നെ പുളിഞ്ചി വിളമ്പി. പിന്നെ നമ്മുടെ ഇഞ്ചിപ്പുളി, അതായത് ഇഞ്ചിക്കറിയും പുളിഞ്ചിയും. ആദ്യം വിളമ്പിയത് ഇഞ്ചിക്കറി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുളിഞ്ചി വിളമ്പി. പിന്നെ കായും പയറും മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതായത് ഒരു സാമ്പാർ കിറ്റാണ് ഞാൻ മേടിച്ചത്. അതിനകത്ത് ഉണ്ടായിരുന്നത് പയറും കായൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെഴുക്കുവരട്ടിക്ക് വേറെ കഷ്ണമൊന്നും വാങ്ങിയില്ല. അത് വെച്ചൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ ഇതേ കേബേജ് തോരൻ. ഇങ്ങനെയാണോ ഓർഡർ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ വിളമ്പിയൊരു ഓർഡറാണ് കേട്ടോ. ആദ്യം ഉപ്പും നെയ്യും പരിപ്പൊക്കെ വിളമ്പണമെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ പരിപ്പ് വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ കോട്ടയം ഭാഗത്ത് പരിപ്പ് വടയും ചീടയും ചിപ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പരിപ്പ് വട ഉണ്ടാക്കിയത്. പിന്നെ രസം ഉണ്ടാക്കും. അപ്പോൾ രസവടയായിട്ട് നമ്മൾ കഴിക്കും. രസം ഞാൻ ഉണ്ടാക്കിയില്ല. ഇത് മത്തങ്ങയും പയറും എലിശ്ശേരിയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ പപ്പടം. അങ്ങനെ സദ്യ കഴിക്കാനുള്ള കുട്ടീനെ നമ്മൾ ഇരുത്തി. ചോറ് വിളമ്പാളെ കയ്യിലെടുക്കാൻ പോയതാട്ടോ. അങ്ങനെ ഒന്നും ഓർഗനൈസ്ഡ് അല്ലായിരുന്നു. ടേബിൾ മൊത്തവും ഫുഡിൻ്റെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഓരോന്ന് വിളമ്പാൻ എടുക്കുമ്പോഴാണ് കയ്യിലിൻ്റെ കുറവൊക്കെ അറിയണത്. നമ്മൾ ഡെയിലി ഇത്ര കറിയൊന്നും ഉണ്ടാക്കണില്ലല്ലോ. നമ്മൾ സാമ്പാർ വിളമ്പി. പിന്നെ നമ്മൾ മോര് കറിയാണ് ഉണ്ടാക്കിയത്. അത് പുളിശ്ശേരി എന്ന് പറയും, പക്ഷെ പുളിശ്ശേരി പോലെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഞാൻ കുമ്പളങ്ങ ഇട്ടിട്ടാണ് വെച്ചത്. എനിക്ക് നേന്ത്രപ്പഴം വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ. അത്രയും വിഭവങ്ങൾ ഉണ്ടെങ്കിലും കുമ്പളങ്ങ മോര് കറിയാണ് ഉണ്ടാക്കിയത്. അപ്പം ഏകദേശം ഒരു 20 കൂട്ടം കറികളും ഒരു പായസവും ഉണ്ടായിരുന്നു നമ്മുടെ ഓണസദ്യക്ക്. എല്ലാവരും ഓണം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. നാളെ അവിട്ടാണ്. എല്ലാവർക്കും അവിട്ടം ദിന ആശംസകൾ. ലാസ്റ്റ് നമ്മൾ ചിപ്സ് വിളമ്പി, ശർക്കര വരട്ടിയും കൂടെ വിളമ്പി. അങ്ങനെ നമ്മുടെ ഓണസദ്യ കംപ്ലീറ്റ് ആയിരുന്നു. എല്ലാം നിറഞ്ഞു, എല്ലാവരുടെയും മനസ്സും നിറഞ്ഞു.